ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു ബിഗ് ബോസ് ഷോനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഷോ എല്ലാം തീർന്ന് സീസൺ 6 അവസാനിപ്പിച്ച് വിന്നറെല്ലാം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വീണ്ടും ആ പ്രശ്നങ്ങളൊന്നും അതുകൂടെ തീരുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അത് ഷോ മാത്രമാണ് തീർന്നത്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഞാൻ ആലോചിക്കുകയാണ്, ഇതിനൊരു അവസാനം ഇല്ലെങ്കിൽ ഇത് കുറേ പേരുടെ ലൈഫിൽ കിടന്ന് കളിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രേക്ഷകരെന്ന നിലയിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഒരുപാട് ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ദിവസം ഒരാളാണ് വിക്ടിം എന്ന് വെച്ചാൽ അടുത്ത ദിവസം ആ വിക്ടിം മാറിയിട്ട് അത് പ്രതിയായി മാറും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോഴും ഇത് തന്നെയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നത് വിവിയുടെ പ്രശ്നങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ വിവി മാറി ജാസ്മിനാവും, ഇനി ജാസ്മിൻ മാറി ജിൻഡോ ആവും. മനസ്സിലായോ? ജിൻഡോ ഓൾറെഡി ഇല്ല ഇതിൽ. അപ്പോൾ പറയാൻ പറ്റില്ല, ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം ഇല്ലേ? കാരണം നമുക്ക് എന്ന് വെച്ചത് നമ്മളൊരു ഷോ കാണുന്നത് നമുക്കൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് കേരളത്തിലെ പ്രേക്ഷകരൊക്കെ ഈ ബിഗ് ബോസ് ഷോ കാണുന്നത്. ഇത് ഭയങ്കര ചീപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് കളിക്കുന്നു. ചിലവർ പേഴ്സണൽ ലൈഫ് അവർ തന്നെ ഇട്ട് കൊടുക്കുന്നു അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ ഇതൊന്നും അവസാനിപ്പിക്കുക, ഇനി വേറെ കാര്യങ്ങളിലേക്ക് തിരിയട്ടെ ആൾക്കാർ. ഇതിപ്പോൾ ബിഗ് ബോസ് മാത്രമായിട്ട് ഇങ്ങനെ ഓൾറെഡി ഞാൻ സീസൺ 6 കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതിന് കോമഡി ഷോർട്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വേറെ രീതിയിൽ നമ്മുടെ ബ്യൂട്ടി വ്ളോഗ്സ് അതേപോലെ സ്കിൻ കെയർ ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് തീരുന്നില്ല. കാരണം എല്ലാ ബിഗ് ബോസ് ഷോ ചെയ്യുന്ന എല്ലാവരും ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാനും ഇടുന്നത്. കാരണം നമുക്കിത് കാണുമ്പോൾ ഇതെന്താണ് ഇത്രയും ചീപ്പായിട്ട്, ഞാൻ സത്യം പറയട്ടെ, ഇത്രയും ചീപ്പായിട്ടുള്ളൊരു സീസൺ തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ഷോ ആ ബിഗിനിങ് തൊട്ട് അത് കഴിഞ്ഞു, വിന്നറെ പ്രഖ്യാപിച്ചു. ഫസ്റ്റ്, സെക്കൻഡ് റണ്ണറപ്പ്, തേർഡ് റണ്ണറപ്പ് ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷോ നിർത്തണം. പിന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓക്കെ, ഒരിക്കൽ നമുക്ക് പറയാം അവർ ആഗ്രഹിച്ച ആളല്ല ആയത്, അതൊക്കെ ഓക്കെ, അതൊക്കെ തീർന്നു. പക്ഷേ ഈ ഷോ തീരുന്നില്ല. ഇത് പിന്നെയും എനിക്ക് തോന്നുന്നില്ല ഇത് ഇതോടുകൂടി തീരുന്നത്. കുറേ ആൾക്കാരെ പുക കണ്ടിട്ടേ തീരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ വിചാരിക്കും ഇപ്പോൾ മറ്റേ ആളായിരിക്കും ഇയാളുടെ കഥ കഴിയും, പക്ഷെ അയാളുടെ കയ്യിൽ ഇതിനേക്കാളും വലിയ ഗുണ്ടുണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ദയവ് ചെയ്ത് ഇനി എനിക്ക് കണ്ടസ്റ്റൻസിനോടൊക്കെ പറയാനുള്ളത്, ഞാനാരുമല്ല, ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല, പക്ഷെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ പറയാമല്ലോ, ഇത് നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് ഓരോരുത്തരുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ലൈഫ് വെച്ച് കളിക്കുന്ന കളി വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിർത്തിക്കോ. ഇനി എല്ലാവരും ഫ്രണ്ട്സായിട്ടില്ലെങ്കിലും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സായി നിൽക്കാൻ പറ്റുമെന്ന്. കാരണം അത്രയ്ക്ക് രീതിയിലുള്ള കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തന്നെ മടുത്തു തുടങ്ങി. കാരണം സീസൺ 6 മതി, കഴിഞ്ഞു. ഞങ്ങൾ ഓൾറെഡി എന്താ പറയുക, സീസൺ 6 ഞങ്ങൾക്ക് മനസ്സിലായി, വിന്നറെ പ്രഖ്യാപിച്ചു. ഏറ്റവും ഇത്രയും കണ്ടസ്റ്റൻസ് ഇത്രയും ഇതായ ഒരു ഷോ തന്നെ നമ്മൾ മലയാളീസ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇനി എനിക്ക് ബിഗ് ബോസിനോട്ടുള്ളൊരു അഭ്യർത്ഥനയാണ്, ഇത്തിരിയും കൂടിയും സ്റ്റാൻഡേർഡുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നതായിരിക്കും ഇനിയത്തെ ഷോയ്ക്ക് നല്ലത് എന്ന് എനിക്ക് പറയാവുന്നത്.